Hi, good morning all. എൻ്റെ ടോപ്പിക് ഇൻഫറൻഷ്യൽ അനാലിസിസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഓക്കെ, സോ നമുക്ക് ഇൻഫറൻഷ്യൽ അനാലിസിസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് പാരാമീറ്റേഴ്സ് എന്താണ് എന്ന് നോക്കാം. ദ മെഷേഴ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം പോപ്പുലേഷൻ ആർ നോൺ ആസ് പാരാമീറ്റേഴ്സ്. സോ പോപ്പുലേഷന് ഒബ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂസ് ആണ് പാരാമീറ്റേഴ്സ്. ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലാർജർ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രം സെലക്ട് ചെയ്ത് സ്റ്റഡി നടത്തുന്നതാണ് സാമ്പിൾ. ഓക്കെ, ഈ സാമ്പിൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ആണെങ്കിൽ സാമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് മാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ഇപ്പോൾ 100 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കൂ. ആൻഡ് അതിലത്തെ 25 സ്റ്റുഡൻസ് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കുക. സോ ആ 100 സ്റ്റുഡൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോപ്പുലേഷൻ ആണെങ്കിൽ ആ സെലക്റ്റഡ് ആയിട്ടുള്ള 25 സ്റ്റുഡൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സാമ്പിളിനെയാണ്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് കിട്ടുന്ന മെഷേഴ്സ് ഓർ വാല്യൂസ് ആണ് പാരാമീറ്റേഴ്സ്. പോപ്പുലേഷൻ മീൻ ഉണ്ട്, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ മ്യൂ എന്നുള്ള സിമ്പിളാണ് പോപ്പുലേഷൻ മീന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ പോപ്പുലേഷൻ വേരിയൻസ് ഉണ്ട്, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ സ്ക്വയർ. ഓക്കെ, പിന്നെ പാരാമീറ്റേഴ്സ് പോലെ തന്നെ സാമ്പിൾസിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മെഷേഴ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം സാമ്പിൾ ആർ നോൺ ആസ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്. സാമ്പിൾ മീൻ ഡിനോട്ടഡ് ബൈ എക്സ് ബാർ, സാമ്പിൾ വേരിയൻസ് ഇസ് ഡിനോട്ടഡ് ബൈ എസ് സ്ക്വയർ. ഇതൊക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് പാരാമീറ്റേഴ്സിൻ്റെയും സാമ്പിൾസിൻ്റെയും ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് മെയിൻ ടോപ്പിക് ആയിട്ടുള്ള ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്താണ് എന്ന് നോക്കാം. Inferential analysis is the process of estimating unknown parameters of population and testing of hypothesis for drawing inferences. അതായത് അൺനോൺ ആയിട്ടുള്ള പോപ്പുലേഷൻ പാരാമീറ്റേഴ്സും ആൻഡ് ഈ പോപ്പുലേഷനിൽ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്ത് ഇൻഫറൻസിലേക്ക്, അതായത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തണം. ഈ പ്രോസസ്സിനെയാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. അൺനോൺ ആയിട്ടുള്ള പോപ്പുലേഷൻസ് പാരാമീറ്റേഴ്സിൻ്റെ പോപ്പുലേഷൻ ഉണ്ടാവും. നമ്മളപ്പോൾ ആ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആ പോപ്പുലേഷനിൽ കറക്റ്റ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ആൻഡ് ഇൻഫറൻഷ്യൽ അനാലിസിസ് ഇസ് ഓൾസോ നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ഇൻഫറൻഷ്യൽ അനാലിസിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നൂടെ അറിയപ്പെടുന്നു. സോ ഇൻഫറൻഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കേസിൽ പോപ്പുലേഷൻ കംപ്ലീറ്റ്ലി അൺനോൺ ആയിരിക്കും. ഈ പോപ്പുലേഷനിൽ നിന്ന് റാൻഡം ആയിട്ട് കുറച്ച് സെലക്ട് ചെയ്ത് സാമ്പിളാക്കും. അതിൻ്റെ സ്റ്റഡി നടത്തിയിട്ടാണ് ആ പാരാമീറ്ററിനെ കുറിച്ച്, അതായത് പോപ്പുലേഷൻ്റെ മെഷർമെൻറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതായത് എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷനിലുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് റിസർച്ചർക്ക് പാരാമീറ്റേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പോപ്പുലേഷനെ കുറിച്ചോ യാതൊരുവിധ ഐഡിയ ഉണ്ടാവില്ല, ഒരു ഇൻഫോർമേഷനും ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി അൺനോൺ ആയിരിക്കും. അതിൽ നിന്ന് റാൻഡമായിട്ട് കുറച്ച് സാമ്പിൾ സെലക്ട് ആക്കും, എന്നിട്ട് അതിൻ്റെ സ്റ്റഡി നടത്തിയിട്ടാണ് പാരാമീറ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ ഇസ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഈ കേസിൽ പറയുന്നത് ഇവിടെ പോപ്പുലേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വേരിയബിൾസിനെ കുറിച്ച് ചെറിയ രീതിക്ക് ഇൻഫർമേഷൻസ് ഉണ്ടാവും റിസർച്ചർക്ക്. സോ ആ ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലെ ഹൈപ്പോത്തസിസ് എന്താണ് എന്നറിയുമോ? ഓക്കെ, അതെന്താണെന്ന് നോക്കാം. നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിൽ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരാളുടെ ബേസിക് ആയിട്ടുള്ള ലോജിക് ഓർ അസംഷനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഏതൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സെമിനാർ ഒരു പ്രൊജക്റ്റ് ആ ചെയ്യുന്ന ആൾക്ക് ഒരു ഐഡിയ, ഒരു ബേസിക് നോളജ് അതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ അല്ലേ. അപ്പോൾ ആ ഒരു ബേസിക് ലോജിക്കായിട്ടുള്ള അതിനെ പറയുന്നതാണ്, പേഴ്സണൽ ആയിട്ടുള്ള ലോജിക്കിനെ പറയുന്നതാണ് ഹൈപ്പോത്തസിസ്. ഓക്കെ,
അപ്പോൾ റിസർച്ചിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഹൈപ്പോത്തസിസ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ അസംഷൻ ഓഫ് ദ റിസർച്ചർ വിച്ച് ഇസ് ടു ബി പ്രൂവ്ഡ് ഓർ ഡിസപ്രൂവ്ഡ്. ഒന്നില്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിസർച്ച് കഴിയുമ്പോൾ റിസർച്ചർ അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റണം, ഓർ എൽസ് ആ ഒരു അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു ലോജിക്കിനെ ഡിസപ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ദാറ്റ് മീൻസ് റിസർച്ച് കഴിയുമ്പോൾ ഈ അസംഷനെ പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യും. വെദർ ദ റിസർച്ചർ ഷുഡ് ഫൈൻഡ് വെദർ ദ ലോജിക് ഈസ് റൈറ്റ് ഓർ റോങ്. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് ലെറ്റ് us മൂവ് ഓൺ ടു ദ ടോപ്പിക് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റേറ്റ് ദ പ്രോബ്ലം. ഫസ്റ്റ് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അത് ക്ലിയർ ടേംസിൽ ഡിഫൈൻ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യണം. ആൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് സെറ്റ് അപ്പ് എ ഹൈപ്പോത്തസിസ്. സോ ഫസ്റ്റ് ഒരു നൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണം. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷൻ്റെ പാരാമീറ്ററിനെ കുറിച്ച് പോസിബിൾ ആയിട്ടുള്ള ഒരു അസംഷനെയാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു 60, അതിന് നമുക്ക് നൾ ഹൈപ്പോത്തസിസ് ആണെന്ന് പറയാം. ഓക്കെ, സോ നൾ ഹൈപ്പോത്തസിസ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ പോസിബിൾ അസംഷൻ റിഗാർഡിംഗ് എ പാരാമീറ്റർ ഓഫ് പോപ്പുലേഷൻ. The term null represents that there is no difference between the value of a parameter and the statistic obtained from a random sample taken from the population. അതായത് പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂവും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വാല്യൂവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവില്ല, രണ്ടും സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ്. അപ്പം നൾ ഹൈപ്പോത്തസിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈസ് H0 എന്നാണ് നൾ ഹൈപ്പോത്തസിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. എന്താണെന്ന് നോക്കാം. Any hypothesis that contradicts a null hypothesis is known as an alternative hypothesis. Null hypothesis മറ്റൊരു ഹൈപ്പോത്തസിസുമായിട്ട് ടെസ്റ്റ് ചെയ്യണം. ആൻഡ് ഈ null hypothesisന്റെ ഓപ്പോസിറ്റായി സെറ്റ് ചെയ്യുന്ന കോൺട്രഡിക്ടറി ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ null hypothesis എന്താണോ അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസിനെയാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുക. സോ null hypothesis എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിരിക്കും. സോ നമ്മൾ നൾ ഹൈപ്പോത്തസിസിൽ പോപ്പുലേഷൻ ഈക്വൽ ടു 60 ആണ് എക്സാമ്പിൾ പറഞ്ഞത് അല്ലേ. സോ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ പോപ്പുലേഷൻ മീൻ നോട്ട് ഈക്വൽ ടു 60 ആണ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. ഓക്കെ, അവിടെ ഈക്വൽ ടു 60 ആണെങ്കിൽ ഇവിടെ നോട്ട് ഈക്വൽ ടു 60 ആണ്. ഓക്കെ, സോ വിച്ച് ഇസ് കോൺട്രഡിക്ടറി. സോ നൾ ഹൈപ്പോത്തസിസിൽ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ഈക്വൽ ടു 60 അക്സെപ്റ്റ് ചെയ്യും ഓർ എൽസ് അത് റിജക്റ്റ് ചെയ്യണം. ആൻഡ് ഈ പറഞ്ഞ ഇപ്പോൾ സെക്കൻഡ് അസംഷനെയാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഹൈപ്പോത്തസിസ് നൾ ഹൈപ്പോത്തസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല, അത് തെറ്റാണ്, അത് റിജക്റ്റ് ചെയ്തു എങ്കിൽ വി ഷുഡ് മസ്റ്റായിട്ട് നമ്മൾ സെക്കൻഡ് അസംഷൻ അതായത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഒന്നില്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ആയിരിക്കും കറക്റ്റ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിരിക്കും കറക്റ്റ്. ഇത് രണ്ടുമായിരിക്കും, ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. This means the researcher should choose the right type of data analytical tool for testing the hypothesis. Hypothesis test ചെയ്യുന്നതിന് വേണ്ടി റിസർച്ചർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡാറ്റ അനലിറ്റിക്കൽ ടൂൾ യൂസ് ചെയ്യണം. സോ വേരിയസ് ടൂൾസ് ഉണ്ട്. ഓരോ ടൂൾസ് ആയിരിക്കും ഓരോ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ലൈക്ക് സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ് എക്സെട്ര, ഇങ്ങനെയൊക്കെ പലതരം ടെസ്റ്റുകളുണ്ട്. നമ്മൾ ഇനി ഫർദർ ക്ലാസ്സസിൽ ഇത് പഠിക്കുന്നതായിരിക്കും. ഇതിൽ നിന്ന് നമ്മളുടെ സ്റ്റഡിക്ക് സ്യൂട്ട് ആവുന്നത് സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളുടെ സ്റ്റഡിക്ക് സ്യൂട്ട് ആവുന്ന രീതിക്കുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് ചൂസ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. The probability with which we may reject a null hypothesis when it is true is called level of significance. അതായത് null hypothesis ട്രൂ ആവുമ്പോൾ അത് തെറ്റാണ് എന്ന് വിചാരിച്ച് റിജക്റ്റ് ചെയ്താൽ അതാണ് ടൈപ്പ് 1 എറർ ഓർ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. null hypothesis ശരിയാണ്
എന്ന് ശരിയാണ്, അത് നമുക്കറിയില്ല. പക്ഷെ അത് തെറ്റാണ് അല്ലെങ്കിൽ തെറ്റായിരിക്കും എന്ന് വിചാരിച്ചിട്ട് റിജക്റ്റ് ചെയ്തു. അതിനെയാണ് ടൈപ്പ് 1 എറർ അല്ലെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുക. അപ്പോൾ ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ടൈപ്പ് 1 എറർ ഈസ് ഡിനോട്ടഡ് ബൈ ഓർ റെപ്രസെൻറ്റഡ് ബൈ ആൽഫ. ഓക്കെ, നെക്സ്റ്റ് 5th സ്റ്റെപ്പാണ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ചൂസ് ചെയ്ത ടെസ്റ്റ് ടെക്നിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൽ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഈ ഒരു സ്റ്റെപ്പിനെയാണ് കാൽക്കുലേഷൻ ദ വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ടെക്നിക്ക് ചൂസ് ചെയ്യുന്നുണ്ട്, അതിൽ ജസ്റ്റ് നമ്മളുടെ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുല അപ്ലൈ ചെയ്യും. ആ ഒരു പ്രൊസീജിയറിന് മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. നെക്സ്റ്റ് 6th സ്റ്റെപ്പാണ് ഒബ്റ്റെയിൻ ടേബിൾ വാല്യൂ. ഈ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് ആൽഗോരിതം ടേബിൾ പോലെ തന്നെ ഒരു ടേബിളാണ്. കാൽക്കുലേറ്റ് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ ചേഞ്ചിനനുസരിച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന ടേബിളിലെ വാല്യൂസും ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, സോ ഫൈനൽ സ്റ്റെപ്പാണ് മേക്ക് എ ഡിസിഷൻ. ഡിസിഷൻ എന്ന് പറയുമ്പോൾ നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യണോ ഓർ എൽസ് നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ എന്നതാണ് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ. ഓക്കെ, ഇതിൽ ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ വി ഹാവ് ടു ചൂസ് നൾ ഹൈപ്പോത്തസിസ് ഓർ വി ഷുഡ് ഗോ വിത്ത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇതാണ് സെലക്ട് ചെയ്യേണ്ട 2 ഓപ്ഷൻസ്. ഇതിലൊന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സെലക്ട് ചെയ്യാൻ അങ്ങനെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല, ചെറിയ ക്രൈറ്റീരിയ ഉണ്ട്. സോ ആ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ, നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും കുറവാണ് എങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. അതല്ല, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ക്രിട്ടിക്കൽ ടേബിൾ വാല്യൂവിനേക്കാളും ഈക്വൽ ആണെങ്കിൽ, ടേബിൾ വാല്യൂവിനോട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈക്വൽ ആണെങ്കിലും അതുപോലെ തന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് അവിടെ റിജക്റ്റ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ വാല്യൂവിനേക്കാളും കുറവാണ് എങ്കിൽ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ വാല്യൂവിനേക്കാളും ഈക്വലോ അല്ലെങ്കിൽ ടേബിൾ വാല്യൂവിനേക്കാളും കൂടുതലോ ആണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമ്മുടെ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് കഴിഞ്ഞു. കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ടൈപ്സ് ഓഫ് എറേഴ്സ് മെയിനായിട്ട് 2 എണ്ണമാണ്. ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ. ഇതിൽ ടൈപ്പ് 1 എറർ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ 4th സ്റ്റെപ്പായിട്ടുള്ള ചൂസ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ ആ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ടൈപ്പ് 1 എററിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് കാരണം സെക്കൻഡ് ടൈപ്പ് ഓഫ് എറർ എന്താണ് എന്ന് നോക്കാം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്താൽ അതിന് 4 ടൈപ്സ് ഓഫ് റിസൾട്ട്സ് ആയിരിക്കും പോസിബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് പോസിബിലിറ്റി വന്നിട്ട് അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അതായത് നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആവുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ശരിയായ കാര്യം തന്നെയാണ്, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനാണ് വേണ്ടത്. സോ അതൊരു കറക്റ്റ് ഡിസിഷൻ തന്നെയാണ്. സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. നൾ ഹൈപ്പോത്തസിസ് ഫാൾസ് ആണ്, തെറ്റാണ്. സോ അതിനെ റിജക്റ്റ് ചെയ്യുന്നു, തെറ്റായ കാര്യം റിജക്റ്റ് ചെയ്യുന്നു. അതും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ്. സോ ആൻഡ് തേർഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആവുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. ഇതൊരു തെറ്റായ കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നൾ ഹൈപ്പോത്തസിസ് ശരിയാണ്, പക്ഷെ അതിനെ ശരിയായ കാര്യത്തിന് തെറ്റാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് അതിനെ റിജക്റ്റ് ചെയ്യുന്നു. ഇതൊരു തെറ്റായിട്ടുള്ള ഡിസിഷനാണ്, റോങ് ഡിസിഷൻ ആയത് കാരണം ഇതിനെ ഒരു എറർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് 4th വൺ ആണ് അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. നൾ ഹൈപ്പോത്തസിസ് ഫാൾസ് ആവുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു. തെറ്റായ കാര്യം ശരിയായിരിക്കും, അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അതിനെ അസംഷൻ തെറ്റിപ്പോയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. തെറ്റായ കാര്യം റൈറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതും ഒരു എററാണ്. സോ
ഇതിലെ ഫസ്റ്റ് 2 ഡിസിഷൻസ് കറക്റ്റാണ്. പക്ഷേ നെക്സ്റ്റ് 2 ഡിസിഷൻസ് റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ആസ് വെൽ ആസ് അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്, ഇത് രണ്ടും എറേഴ്സ് ആണ്. സോ ഇതിൽ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ അതാണ് ടൈപ്പ് 1 എറർ. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആൽഫ. ആൻഡ് അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്, അതായത് റോങ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അസംഷൻ എന്തെങ്കിലും തെറ്റായ കാരണം കറക്റ്റ് ആണ് എന്ന് അസ്യൂം ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് 2 എറർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ബീറ്റ. ഓക്കെ, സോ ഈ എറേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം, മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇൻഫറൻഷ്യൽ അനാലിസിസ് ആൻഡ് ടെസ്റ്റിംഗ്, പാരാമീറ്റേഴ്സും സാമ്പിളും പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ 2 പറഞ്ഞു, ഇൻഫറൻഷ്യൽ അനാലിസിസിൻ്റെ, പിന്നെ ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറഞ്ഞു, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ ഇൻവോൾവ് ചെയ്യുന്ന 7 സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലായിട്ട് ടൈപ്സ് ഓഫ് എറേഴ്സ് 2 ഡിസ്കസ് ചെയ്തു. സോ ഇത്രയുമാണ് എൻ്റെ ടോപ്പിക്. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു.